നമസ്കാരം. IPOകളുടെ മാതാവ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന LICയുടെ IPO വിപണിയിലെത്താൻ ഇനി അധിക നാളില്ല. നമ്മുടെ വിപണി ഇപ്പോൾ ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി വിപണി അത്ര സുഖകരമായ ഒരു പോക്കിലല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം റഷ്യ-ഉക്രൈൻ യുദ്ധം തന്നെയാണ്. മറ്റൊന്ന്, അടുത്ത മാസം, അതായത് ഈ മാസം മാർച്ചിൽ തന്നെ നടക്കാനിരിക്കുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ്, അതിൻ്റെ തീരുമാനം എന്തായിരിക്കുമെന്ന ആശങ്കയും വിപണിയിൽ ശക്തമാണ്. ഇപ്പോൾ മൈഫിൻ പോയിന്റ് പ്രേക്ഷകരിലേക്ക് അറിവിലേക്കായി ചർച്ച ചെയ്യുന്നത് നിലവിലെ മാർക്കറ്റിൻ്റെ സ്ഥിതി LICയുടെ IPOയ്ക്ക് അനുകൂലമാണോ എന്നതാണ് മുഖ്യമായും. അത്തരത്തിൽ ആശങ്കകൾ പലപ്പോഴും പലരും പങ്കുവയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സബ്ജക്റ്റ് ഇന്ന് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ക്യാപിറ്റൽ മാർക്കറ്റിലെ വിദഗ്ധനായ ശ്രീ പ്രദീപ് ചന്ദ്രശേഖറാണ് ചേരുന്നത്. നമസ്കാരം സാർ. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യൻ വിപണി, ആഗോള വിപണി തന്നെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ യുദ്ധം കൂടി വരുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാണുന്നത്. ഏറ്റവും ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു IPO ആണ് LICയുടേത്. അത് വരാനിരിക്കുന്നത് ചിലപ്പോൾ മാർച്ച് 11-നോ 14-നോ ഇടയിൽ എന്ന് വേണമെങ്കിലും സംഭവിക്കാമെന്നാണ്. ഇപ്പോഴത്തെ വിപണിയുടെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ അനുകൂലമായ ഒരു സമയം തന്നെയാണോ ഈ IPOയ്ക്ക്? ഒരു IPO വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡറി മാർക്കറ്റിൻ്റെ നില അതിനെ ബാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് ഷെയർ മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും ഷെയർ മാർക്കറ്റ് താഴ്ത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് നിരക്ക് കൂട്ടുകയോ കൂട്ടില്ലയോ. രണ്ടാമത്തെ, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു റഷ്യ പോയി യുക്രൈനെ അറ്റാക്ക് ചെയ്യുന്നത്. ആ അറ്റാക്ക് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ ഏതാണ്ട് $10 ഒരു ബാരലിന് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയിരിക്കുന്നത്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് നിരക്ക് കൂട്ടണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. എങ്കിലും ഇപ്പോഴത്തെ ഈ പുതിയ സർക്കംസ്റ്റൻസസിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നില്ല ഫെഡറൽ റിസർവ് ഉടനടി ഇൻട്രസ്റ്റ് നിരക്ക് കൂട്ടുമെന്ന്. അവരെന്താ ചെയ്യാൻ സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, തൽക്കാലം ഞങ്ങൾ കൂട്ടുന്നില്ല, പക്ഷേ വരുന്ന അടുത്ത 3 മാസം അല്ലെങ്കിൽ അടുത്ത 6 മാസത്തിനുള്ള ഇൻട്രസ്റ്റ് നിരക്ക് കൂട്ടുമെന്ന് പറയാനാണ് ചാൻസസ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 31 നമ്മളൊക്കെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഒരു തീയതിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടാക്സിൽ ഇളവ് വരുന്നുവെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇതെല്ലാം അടയ്ക്കേണ്ട ഒരു മാസം കൂടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ലിക്വിഡിറ്റിക്കും വളരെ വളരെ ടൈറ്റായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ഈ അടുത്തൊരു 2-3 ആഴ്ച. അതുകൊണ്ട് തന്നെ LICയുടെ IPO ഒരു ടൈമിലാണ് ഈ IPO കൊണ്ട് ഗവൺമെൻറ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു IPO ഇറക്കുകയാണെങ്കിൽ തന്നെ സർക്കാർ ഒരു റിസ്ക്കാണ് എടുക്കുന്നത്. സർക്കാർ ഈ IPOയിലൂടെ വലിയൊരു എമൗണ്ടാണ് ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനൊരു പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുക, ഈ റിസ്ക് എടുത്തിട്ടും അതിൻ്റെ ഒരു ബലം കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കഴിഞ്ഞ 2 ദിവസം മുൻപ് സർക്കാർ പുതിയൊരു ചേഞ്ച് നടത്തിയിരുന്നു. അതായത് LICയിൽ FDI അനുവദിച്ചിട്ടുണ്ട് 20% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഏതൊക്കെയോ വലിയ ഇൻവെസ്റ്റിംഗ് കമ്പനീസ് പറഞ്ഞിട്ടുണ്ട്, വാക്ക് കൊടുത്തു കാണും, ഞങ്ങൾ ഈ ഇഷ്യൂവിൽ ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. ആ ഒരു ധൈര്യം കൂടെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഗവൺമെൻറ് മുന്നോട്ട് തന്നെ പോകും. പിന്നെ ഈ IPO വിജയിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് എന്താ ചെയ്യാൻ ചാൻസസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, തീർച്ചയായിട്ടും പോളിസി ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ഒരുപക്ഷെ ഈവൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഡിസ്കൗണ്ട് തരാൻ നല്ല ചാൻസസ് ഉണ്ട്. രണ്ടാമത്തത്, ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് ഏതാണ്ട് ഒരു 2000 രൂപയായിരിക്കുമെന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ 2000 രൂപയും ഒറ്റയടിക്ക് ഗവൺമെൻറ് കളക്ട് ചെയ്യണമെന്നില്ല. അതായത് ഒരു IPO വരുമ്പോൾ അത് പാർട്ട് ബൈ പാർട്ടായിട്ട് കളക്ട് ചെയ്താലും മതി. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററിന് മുന്നിൽ അതൊരു ഓപ്ഷനായി നിൽക്കുന്നു. അതായത് ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് 100, 200, 500 രൂപ തന്നാൽ മതിയെന്നും ബാക്കി എമൗണ്ട് പിന്നീട് കളക്ട് ചെയ്യാമെന്നൊരു സ്ട്രാറ്റജിയും ധനകാര്യമന്ത്രിക്ക് എടുക്കാം. ഇപ്പോൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിദേശ നിക്ഷേപങ്ങൾ എത്രത്തോളം
അനുകൂലമായിരിക്കും. ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് ഇത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ മാർക്കറ്റിന് അത് സാധിക്കുമോ? പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയുമായി ഒരേപോലെ നമുക്ക് വ്യാപാര ബന്ധങ്ങൾ ഉള്ളതാണ്. ഈ പ്രതിസന്ധി കൂടുകയും റഷ്യ പ്രത്യേകിച്ച് റൂബിളിലേക്ക് റെക്കോർഡ് ഇടിവാണ് സംഭവിക്കുന്നത്. അത് ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ റിഫ്ലക്ഷൻ സ്വാഭാവികമായിട്ടും കാണില്ലേ വിദേശത്തു നിന്നുള്ള കമ്പനികളുടെ? റഷ്യൻ കമ്പനീസോ റഷ്യൻ ഇൻവെസ്റ്റേഴ്സോ ഒന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. നമുക്ക് വരുന്ന മിക്കവാറും എല്ലാം തന്നെ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ ഗൾഫ് ദേശങ്ങളിൽ നിന്ന് നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഷെയർ മാർക്കറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. റൂബിൾ ഇടിഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ അത് ബാധിക്കാൻ പോകുന്നുവെന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പിന്നീട് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റിയും അതുപോലെ തന്നെ അമേരിക്കയിലുള്ള 2 വലിയ ഇൻഡെക്സസ് ഡൗ ജോൺസ് ഇൻഡെക്സും നാസ്ഡാക്കും തന്നെ കുറേ ഇടിവുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ക്ലോസിങ് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ യുക്രൈനും റഷ്യയും തമ്മിലൊരു പീസ് ടോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അത് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നും നാളെയൊക്കെ ആയിട്ട് മാർക്കറ്റിലൊരു റിക്കവറി വരും. HSBCയുടെ റിപ്പോർട്ട് പ്രകാരം 2021 ചൈനയിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വല്ലാതെ FII ഇന്ത്യയിലേക്ക് ഒഴുകിയിരുന്നത്. പക്ഷേ ഈ വരുന്ന സാമ്പത്തിക വർഷം അത് തിരിച്ചൊഴുകാനുള്ള സാധ്യതയുണ്ടെന്നാണ് HSBCയുടെ ഒരു റീസെൻ്റ് സ്റ്റഡി കണ്ടത്, അവരുടെ റിപ്പോർട്ട് കണ്ടത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഈ പറയുന്ന LICയെയും എല്ലാത്തിനെയും അതൊരു ബാധിക്കുന്നൊരു ഘടകം തന്നെയായിരിക്കും. അങ്ങനെ ഒരു ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ഞാനൊരു ഇൻവെസ്റ്റർ, അതായത് ഇന്ത്യൻ ഇൻവെസ്റ്റർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദേശത്തെ ഇൻവെസ്റ്റർ ആണെങ്കിൽ തന്നെ നിഫ്റ്റിയുടെ നമ്മൾ ഇപ്പോഴത്തെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2000-2500 പോയിൻ്റ് പീക്കിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞു. ഇന്ത്യ ഈ ധനകാര്യ വർഷം, അതായത് ഈ വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ ലോകത്തെ എമ്പാടും ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇക്കോണമിയായി മാറാൻ പോവുകയാണ്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയതുകൊണ്ടും പിന്നെ ഈ റഷ്യയുടെ ഇൻവേഷൻ കൊണ്ടും 9.2% ആയിരുന്നു ഒറിജിനൽ പ്രഡിക്ഷൻ. അതൊരു 0.4% മറ്റോ താഴോട്ട് ഇറക്കിയിട്ട് ഈ വർഷം ഒരു 8.8% ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഗ്രോത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ഇൻവെസ്റ്റർ പൂർണ്ണമായിട്ടും ഇന്ത്യയെ ഇഗ്നോർ ചെയ്യുമെന്ന്. ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ഇപ്പോൾ ഈ FDI കൂടി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതെല്ലാം ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് സർക്കാർ കാണുന്നത്. സർക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് തന്നെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് LIC IPOയ്ക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വേറൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LIC IPO അതിൻ്റെ വിജയം സർക്കാരിനൊരു വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് തീർച്ചയായിട്ടും എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റേതായ കറക്റ്റായിട്ടുള്ള സമയത്ത് ഗവൺമെൻറ് പുറത്തോട്ട് കൊണ്ടുവരും. അതെന്താ അവരൊക്കെ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോഴും എത്രയായിരിക്കും ഇതിൻ്റെ ഒരു പ്രീമിയം പ്രൈസ് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശങ്കയാണ്, അഭ്യൂഹങ്ങളാണ്, ഫൈനലായിട്ടില്ല. LICയുടെ അസറ്റ് മൊത്തം വാല്യൂ ചെയ്യുക, താങ്കളുടെ അഭിപ്രായത്തിൽ ഈ പറയും പുറത്തേക്ക് വരുന്ന വാർത്തകൾ വളരെ 5 ലക്ഷം 5 മില്യൺ എന്ന രീതിയിലേക്കാണല്ലോ വരുന്നത്. LICയുടെ അസറ്റ് ഈ വാല്യുവേഷൻ നടപടി എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ IPO വരുന്ന സമയത്ത് പല ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ട് ആ IPOൻ്റെ വില നിശ്ചയിക്കുന്നത്. ഒന്ന്, സെക്കൻഡറി മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. ഈ സമയത്ത് സെക്കൻഡറി മാർക്കറ്റ് തീർച്ചയായിട്ടും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് ഒരു അഗ്രസീവ് പ്രൈസിങ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാമത്തത്, നമ്മൾ അടുത്ത കാലത്ത് വന്ന വലിയ IPOയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഗോ ഫാഷൻ, ATM, നൈക്ക, ഇതെല്ലാം തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു IPO. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IPO വരുന്ന സമയത്ത് ഈ വില നിശ്ചയിക്കുന്നതും ആ ഇഷ്യൂവിനെ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ ലീഡ് മാനേജേഴ്സ് അതല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ആയിരിക്കും. അത് ഒരു പ്രൈവറ്റ് കമ്പനി വരുമ്പോൾ അത് ഓക്കെ, നമ്മൾ ക്ഷമിക്കുന്നു, നമ്മളത് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് അത് എടുക്കുന്നു. പക്ഷേ LICയുടെ കേസിൽ LIC ഒരു പ്രൈസ് നിശ്ചയിച്ചിട്ട് LICയുടെ ഇഷ്യൂ പ്രൈസിൻ്റെ താഴോട്ട് ആ വില ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ പിന്നീട് വരാൻ പോകുന്നുള്ള ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കേസസിനെ എല്ലാം തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ്
അല്ലെങ്കിൽ LIC വളരെ അഗ്രസീവായിട്ട് ഇതിനെ പ്രൈസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെ എത്ര വില ആയിരിക്കും എന്ന് നമ്മൾ വെയിറ്റ് തന്നെ ചെയ്തിരിക്കും. ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന, ബിസിനസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന 1500-നും 2600, 900 റേഞ്ചിലൊക്കെ വന്നേക്കാം എന്നതാണ്. അത്രയ്ക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ അത്രയ്ക്ക് പോകാനുള്ള സാധ്യത പോസിബിൾ ആണോ? തീർച്ചയായിട്ടും. അത് ഒരു വില നിശ്ചയിക്കുന്നത് കമ്പനി പല ഫാക്ടേഴ്സ് എടുത്തുകൊണ്ട്, കമ്പനിയുടെ ആസറ്റ് ബേസ്, കമ്പനിയുടെ ഇപ്പോഴത്തെ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ, പിന്നീട് അതിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പല മോഡൽസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫൈനാൻഷ്യൽ മോഡൽസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്താൽ നമ്മളൊരു ബേസ് വാല്യൂവിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു വാല്യുവേഷൻ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു വലിയ റേഞ്ചിലോട്ട് വരുന്നത്. പ്രദീപ് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഏത് റേഞ്ചിലായിരിക്കാനാണ് സാധ്യത? വെരി ഡിഫിക്കൾട്ട്. എനിക്ക് തോന്നുന്നു ഒരു സംവെയർ അറൗണ്ട് 2000 റുപ്പീസിൻ്റെ ലെവലായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതിൽ തന്നെ 10%, മാക്സിമം 10% ആയിരിക്കാം. ഒരു 10 ആകാം, 15 ആകാം. സെബിയുടെ ഇതനുസരിച്ച് 10% വരെയല്ലേ? അതെ. അപ്പോൾ അതുവരെ ആയിരിക്കാം മാക്സിമം കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 2000 ആണെങ്കിൽ 200 രൂപയായിരിക്കും പോളിസി ഹോൾഡർക്കും. ഓക്കെ. LIC IPO എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ മാർക്കറ്റിൽ LICയുടെ IPO ഇറങ്ങും. പോളിസി ഉടമകൾക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും പ്രത്യേകം ഓഫറുകൾ തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് 10% വരെയാകാം അവർക്ക് ലഭിക്കാൻ പോകുന്ന ഡിവിഡൻഡ്. കാരണം സെബിയുടെ ചട്ടമനുസരിച്ച് 10%മാണ് മാക്സിമം നൽകാൻ കഴിയുന്നത്. ഒരുപക്ഷെ അത് തന്നെ പോളിസി ഉടമകൾക്കും ഒപ്പം തന്നെ LIC ജീവനക്കാർക്കും ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 29 കോടിയോളമാണ് പോളിസി ഉടമകളായി LICക്കുള്ളത്. അവരിൽ ഒരുപാട് പേർ ഇപ്പോൾ ഈ IPOയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു എന്നതാണ്. ഇന്ത്യയിലാകെ 8 കോടിയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒറ്റ IPO കൊണ്ട് അത് വളരെയധികം കൂടിയിരിക്കുന്നു. LIC IPOയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളും MYFIN പോയിന്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. MYFIN പോയിന്റ് കാണുക. നന്ദി, നമസ്കാരം.